ചിത്രമേള. ശ്രീ മൂവീസിനു വേണ്ടി ടി.എസ്. മുത്തയ്യ നിർമ്മിച്ച ചലച്ചിത്രമാണ് ചിത്രമേള. 1967 സെപ്റ്റംബർ 29 പ്രദർശനം ആരംഭിച്ചു. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി. ദേവരാജൻ, പാടിയവർ യേശുദാസ്, ജാനകി. ഛായാഗ്രഹണം N.S. മണി. ഈ ചിത്രത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട്. വ്യത്യസ്തമായ 3 കഥകളാണ് ഒരു ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പരീക്ഷണം ആദ്യമായി നടത്തിയ ചിത്രം എന്ന പ്രത്യേകത. 3 കഥകൾ എന്നത്: അപസ്വരങ്ങൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, നഗരത്തിൻ്റെ മുഖങ്ങൾ എഴുതിയത് M.K. മണി, പെണ്ണിൻ്റെ പ്രപഞ്ചം എഴുതിയത് ഭവാനിക്കുട്ടി. നടൻ T.S. മുത്തയ്യ നിർമ്മാതാവും സംവിധായകനുമായ ചിത്രം. ശ്രീകുമാരൻ തമ്പി ഒരു തിരക്കഥാകൃത്തായി വന്ന ചിത്രം. യേശുദാസ് എല്ലാ ഗാനങ്ങളും പാടുന്ന ആദ്യ ചിത്രം. ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. കൂടാതെ താഷ്കൻഡ് മേളയിലേക്ക് ഈ ചിത്രം ക്ഷണിക്കപ്പെടുകയും ചെയ്തു. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, കണ്ണീർ കായലിലെ ആകാശദീപമേ, ആർദ്ര നക്ഷത്രമേ, നീയൊരു മിന്നലായി എങ്ങോ മറഞ്ഞു, നീ എവിടെ, നിൻ നിഴലെവിടെ എന്നീ ഗാനങ്ങൾ ഹിറ്റായി. നഗരത്തിൻ്റെ മുഖങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ച പ്രധാനപ്പെട്ടവർ ഷീല, K.P. ഉമ്മർ, കോട്ടയം ചെല്ലപ്പൻ, ബേബി രജനി, ബേബി ഉഷ. പെണ്ണിൻ്റെ പ്രപഞ്ചത്തിൽ അഭിനയിച്ച പ്രധാന നടീനടന്മാർ: S.P. പിള്ള, അടൂർ ഭാസി, ബഹദൂർ, മണവാളൻ ജോസഫ്, ശ്രീനാരായണപിള്ള, കടുവാക്കുളം, മീന, ഖദീജ, C.R. ലക്ഷ്മി, ദേവി, ചന്ദ്രിക എന്നിവർ. അപസ്വരങ്ങളിൽ അഭിനയിച്ച പ്രധാനപ്പെട്ടവർ: നസീർ, തിക്കുറിശി, G.K. പിള്ള, ശാരദ, T.R. ഓമന, സുകുമാരി, നെല്ലിക്കോട്, ഭാസ്കരൻ, ശ്രീനാരായണപിള്ള, മാസ്റ്റർ ശ്രീധർ, വഹാബ്, കാശ്മീരി, രാജേശ്വരി, കുട്ടൻപിള്ള. നഗരത്തിൻ്റെ മുഖങ്ങൾ. കഥ: ലത ഒരു ചെറിയ കുട്ടിയാണ്. മാതാപിതാക്കൾ ലതയെ വീട്ടുവേലക്കാരിയെ ഏൽപ്പിച്ച് ക്ലബ്ബിൽ പോകും. ഈ സമയം അയൽ വീട്ടിൽ പോയി കളിക്കുന്ന ലതയുടെ വിനോദം അവിടുത്തെ ഫോൺ എടുത്ത് പല നമ്പറുകളിലേക്കും ഡയൽ ചെയ്യുക എന്നതാണ്. എന്നിട്ട് അവൾ പറയും, അവിടെ നടക്കുന്നത് എന്താണെന്ന് തനിക്കറിയാമെന്ന്. ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ അവിടെ ഒരു കൊല നടത്തിക്കഴിഞ്ഞ കൊലപാതകി ഉണ്ടായിരുന്നു. അയാൾ ഫോൺ എടുത്തു. അയാളോടും തൻ്റെ സ്ഥിരം വാചകം ലത പറഞ്ഞു: അവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയാം. അയാൾ തന്ത്രപൂർവ്വം വിളിച്ച നമ്പർ മനസ്സിലാക്കി. ആളെയും ചോക്ലേറ്റ് നൽകാമെന്ന് പറഞ്ഞ് അയാൾ ലതയെ തട്ടിക്കൊണ്ടുപോയി. ക്ലബ്ബിൽ നിന്നും മടങ്ങിയെത്തിയ മാതാപിതാക്കൾ മകളെ കാണാതെ പരിഭ്രാന്തരായി. പോലീസിനെ വിവരം അറിയിച്ചു. ഒടുവിൽ പോലീസും കുറ്റവാളിയും തമ്മിലുള്ള സംഘട്ടനം. കുറ്റവാളി പിടിയിലായി. ലതയെ തിരിച്ചു കിട്ടി. പെണ്ണിൻ്റെ പ്രപഞ്ചം. കഥ: സ്ത്രീ മേധാവിത്വത്തിൽ പുരുഷന്മാർ അനുഭവിക്കുന്ന യാതനകൾ ഫലിത രൂപേണ പറയുന്നതാണ് ഇതിലെ കഥ. ഡ്രൈവിംഗ് പഠിക്കാനായി ഭാസി, ബഹദൂർ, മണവാളൻ ജോസഫ് എന്നിവർ ചേരുന്നു. ആശാൻ S.P. പിള്ള പരിശീലനം ആരംഭിച്ചു. തുടർന്നു. ഇതിനിടെ പല മുടക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. മോഡേണിസ്റ്റുകളായ 2 യുവ സുന്ദരികൾ അവരെ നാണം കെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ യുവതികളുടെ വാക്ശരം കേട്ട് തളർന്ന് ഉറങ്ങുകയും ചെയ്ത അവർ 50 വർഷത്തിന് ശേഷം ലോകം സ്ത്രീകൾ തങ്ങളുടെ അധീനതയിലാക്കുന്നത് സ്വപ്നം കാണുന്നു. ബഹദൂറിനെ ഒരു ലേഡി ഡോക്ടർ ബലാത്കാരമായി വിവാഹം കഴിച്ചു. മീന അടൂർ ഭാസിയെ കാണാനെത്തുന്നു. S.P. ആശാൻ ഭാര്യയിൽ നിന്നും പീഡനം ഏൽക്കുന്നു. പഞ്ചായത്തിൽ ആൺ മെമ്പറായി മണവാളൻ ജോസഫിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ. അപസ്വരങ്ങൾ. കഥ: പാവങ്ങളുടെ ഒരു കോളനി. അവിടെ ആശാൻ എന്ന കൂലിപ്പണിക്കാരൻ. അയാൾക്ക് സീതയെന്ന ഒരേ ഒരു മകളുണ്ട്. അവൾ അന്ധയാണ്. സീതയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എങ്കിലും ആശാൻ പണി കഴിഞ്ഞെത്തുന്നത് അമിതമായി മദ്യപിച്ചിട്ടാണ്. പിന്നീട് കുറ്റബോധത്തിലാകുമെങ്കിലും വീണ്ടും ഇത് തന്നെ സ്ഥിതി. തെരുവുകളിൽ ഹാർമോണിയവുമായി പാട്ടും പാടി നടക്കുന്ന ബാബു എന്ന യുവഗായകൻ. അവനെ സീത പ്രണയിച്ചു. എന്നാൽ ഇത് കൊച്ചപ്പൻ എന്ന റൗഡിത്തലവന് ഇഷ്ടമായില്ല. അയാളുടെ ഇഷ്ടക്കേട് കാരണം ബാബുവുമായി അടുപ്പം വേണ്ടെന്ന് ആശാൻ സീതയോട് പറഞ്ഞു. എങ്കിലും അവരുടെ മനസ്സുകൾ ഒന്നാകുകയായിരുന്നു. കൊച്ചപ്പൻ്റെ നിർദ്ദേശപ്രകാരം റൗഡി സംഘം ബാബുവിൻ്റെ ഹാർമോണിയം തല്ലി തകർത്തു. അവനെ മർദ്ദിച്ചു. ആളുകൾ ബാബുവിനെ ആശുപത്രിയിലാക്കി. ആശുപത്രി വാർഷിക ആഘോഷത്തിൽ നടന്ന പ്രമുഖയായ ഒരു നർത്തകിയുടെ നൃത്തത്തിന് പാടുവാൻ ബാബുവിന് അവസരം ലഭിച്ചു. നർത്തകി പാട്ടുകാരനിൽ ആകൃഷ്ടയായി.
അവൾ അവനെ മറ്റൊരു മനുഷ്യനാക്കാൻ ശ്രമിച്ചു. കോളനിയിൽ വസൂരി ബാധ. അതിൽപ്പെട്ട് സീതയും ഒരു കൊച്ചു ബാലനും ഒഴിച്ച് എല്ലാവരും മരിച്ചു. ജീവിക്കാനായി ആ ബാലനുമൊത്ത് സീത അലയുമ്പോൾ ഒരു വേദിയിൽ നിന്ന് ഉയരുന്ന ബാബുവിൻ്റെ ഗാനം അവൾ കേട്ടു. അത് അവർ തമ്മിലുള്ള പുനർസമാഗമത്തിന് വഴിവച്ചു. തമ്മിൽ കണ്ടുമുട്ടി. ആ സന്തോഷത്തിൻ്റെ മൂർധന്യത്തിൽ ബാബുവിൻ്റെ മടിയിൽ വീണ് സീത മരിച്ചു.